my way to Kerala right now. I thought in this journey I would do something that I've been requested highly to do, which is talk in Malayalam. So I decided I will do this vlog in Malayalam. Anyway, since I'm going to Kerala, it made sense. Any of you who may not understand Malayalam, don't worry, I will have subtitles. But this is something that I've been meaning to do for a long time, so I thought why not do it when I'm on my way to Kerala itself. ഇനി ഞാൻ മലയാളത്തിലേക്ക് മാറാം. സോ ഞാനിപ്പോൾ ഒരു 1.25 ആഴ്ചയാണ് അവിടെ പോകുന്നത്. എനിക്ക് 2 എൻഗേജ്മെന്റ്സ് അവിടെ അറ്റൻഡ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും പോകാമെന്ന് വിചാരിച്ചത്. സോ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഭൂരിഭാഗം ടൈമും ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്. എനിക്ക് ട്രെയിനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബസ്സിൽ പോകാൻ വലിയ താല്പര്യമില്ല. ആൻഡ് ഫ്ലൈറ്റ്സ് ഓൾസോ ഞാൻ മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്യും. ബിക്കോസ് അൺലെസ് ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അല്ലെങ്കിൽ ഞാൻ മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതാണ്. ട്രെയിനിൽ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് ദാറ്റ് സംടൈംസ് നമുക്ക് തോന്നും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ മോസ്റ്റ് ഓഫ് ദോസ് തിങ്സ്. സോ ഞാൻ ഇത്തവണ ട്രെയിനിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ടുവന്നു. ഇത് കുഞ്ഞു ഗ്ലാസ്സാണ്. ആൻഡ് ഇത് ഞാൻ എൻ്റെ നോർമൽ ഹാൻഡ് ബാഗിൽ ക്യാരി ചെയ്തുകൊണ്ടാണ് വന്നത്. ഇത് വെച്ചിട്ട് ടീ അല്ലെങ്കിൽ കോഫി സെല് ചെയ്യുന്ന ആളിനോട് ഇതിലേക്ക് ഒഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചു അവർ സമ്മതിക്കില്ല എന്ന്. പക്ഷേ ഒരു പ്രശ്നമില്ലാതെ അവർ സമ്മതിച്ചു. ആൻഡ് 2 കപ്പ് കോഫി ഇതിൽ ഞാൻ കുടിച്ചു. നമ്മൾ യൂഷ്വലി കാണുന്ന പേപ്പർ കപ്പ് എന്ന് പറയുന്ന സാധനത്തിൽ പ്ലാസ്റ്റിക് കോട്ടഡ് ആണ്. അതുകൊണ്ട് അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റാറില്ല. ആൻഡ് ഡീകമ്പോസ് ചെയ്യാനും വർഷങ്ങളെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും അതൊരു ഇന്നസെൻറ്റ് പേപ്പർ കപ്പല്ലേ, പക്ഷെ അല്ല, അത് ആഡ് ഓൺ ചെയ്യും. നമ്മൾ അറിയാണ്ട് അത് മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. ഇത്രയും കുഞ്ഞൊരു സാധനം ചെയ്താൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊന്നും പോയി കഴുകാനും വലിയ പാടില്ല. ട്രെയിനിലാകുമ്പോൾ കഴുകാനും സൗകര്യമുണ്ട്. വേറൊരു കാര്യം ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് സ്നാക്സ്. ട്രെയിനിൽ ഇരിക്കുമ്പോൾ സ്നാക്സിന് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ചിപ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വട, പഴംപൊരി. ട്രസ്റ്റ് മീ വെൻ ഐ ടെൽ യു, പഴംപൊരി എന്ന് പറയുന്നൊരു സാധനം എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അത് യൂഷ്വലി കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറിലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം മേടിക്കാറില്ല. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ, ഞാൻ ട്രെയിനിൽ വരുമ്പോൾ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ സ്നാക്സ് കൊണ്ടുവരും. ഇത്തവണ ഞാൻ കുറച്ച് മഖാന എടുത്തുകൊണ്ട് വന്നു. ഇത് ജസ്റ്റ് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ചുമ്മാ കുറച്ച് ഉപ്പും കുരുമുളകും വെച്ചിട്ടാണ് ഞാനിത് ഡ്രൈ റോസ്റ്റ് ചെയ്ത്. അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. വേറെ എന്തെങ്കിലും ഞാൻ മേടിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ പാത്രത്തിലേക്കാണ് യൂഷ്വലി മേടിക്കാറ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ആക്ച്വലി നമ്മൾ ആലോചിക്കാറില്ല എന്ന് മാത്രമുള്ളതാണ് കാര്യം. ഒരു പാത്രം, ഒരു ഗ്ലാസ്, ഇത് കൊണ്ടുവരാൻ വലിയ പാടില്ല. നമ്മൾ ഇത്രയും ലഗേജും എടുത്തുകൊണ്ട് വരുമ്പോൾ ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ ബാക്ക് പാക്കിലങ്ങ് വെച്ചാൽ മതി. ആൻഡ് ആവശ്യമുള്ളപ്പോൾ എടുക്കുക, യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആരാണത്? ഇന്ന് ഇപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ആൻഡ് ഹാവിങ് ബിൻ എ ബ്യൂട്ടി വ്ളോഗർ ബിഫോർ, എനിക്കിപ്പം ഫാമിലിയിലെ ഇവൻസിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റോളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ അവളുടെ ഇന്നത്തെ മേക്കപ്പ് ഞാനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ, ലെറ്റ്സ് ജസ്റ്റ് വെയിറ്റ് ഫോർ ദം ടു ഗെറ്റ് ഹിയർ. സോ ഇതാണ് കല്യാണ പെണ്ണ്. സോ ശില്പ എന്ത് തോന്നുന്നു? നെർവസ് ആണോ? ചെറുതായിട്ട്. അതോ എക്സൈറ്റഡ് ആണോ? രണ്ടും കൂടെ മിക്സ്ഡ്. സോ ഇവർ രണ്ടുപേരും ട്വിൻസ് ആണ്. സോ ശ്വേത, ഹൗ ഡു യു ഫീൽ അബൌട്ട് ശില്പ? എന്ത് തോന്നുന്നു? ഇപ്പൊ എൻഗേജ്ഡ് ആയെന്നുള്ളത് ഇപ്പോഴും ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. കല്യാണ പെണ്ണിന്റെ അമ്മ. സോ ചിറ്റയ്ക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ശ്വേതയ്ക്ക് തന്നെ ഞാൻ നോക്കിയോ, ശ്വേതയ്ക്ക് ജോലി കിട്ടിയപ്പോ ശില്പ പറഞ്ഞു എനിക്ക് പഠിക്കുകയൊക്കെ ചെയ്യണം, ഒരുപാട് അജണ്ട ആയിരുന്നു, അതും ഇതും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളിപ്പൊ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തൂല്ല അവളുടെ കാര്യത്തില്. പക്ഷെ എങ്ങനെയാണെന്ന് ഇപ്പോഴും ഇവളുടെ എങ്ങനെയോ ഒരെണ്ണം വന്നു. പിന്നെ അവർക്ക് ഉടനെ വേണമെന്നാനും പിന്നെ എല്ലാം ഇപ്പൊ ദിടി കണ്ണു തുറക്കുമ്പോ എല്ലാം ആവുക. എങ്ങനെയാണോ ഇതെല്ലാം ഇപ്പൊ ഒരു മായ പോലെ ഇപ്പോഴും തോന്നുന്നു എനിക്ക്. നമുക്കത് ഇപ്പോഴും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആണോ ശില്പയ്ക്ക് ശരിക്കും അവളെ എൻഗേജ്ഡ് തന്നെ അവളെ വെറുതെ വേറൊരു ഫംഗ്ഷൻ ഞങ്ങൾ പോവാണോ തോന്നല് ഇപ്പോഴും. ഇപ്പോഴും എൻഗേജ്മെന്റ് ആണ് എനിക്ക് ഇപ്പോഴും ആവുന്നില്ല.
എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ്. അവരുടെ സ്ഥലം ഒരു 2.25 കിലോമീറ്റർ എങ്ങാണ്ടാണ് ഇവിടുന്ന്. ഞാൻ വിചാരിച്ചു സ്കൂട്ടർ എടുക്കുന്നതിലും നടന്നു പോവാമെന്ന്. അവിടെ എത്താൻ ഒരു അരമണിക്കൂറോളം എടുക്കും. എനിവേ വേഗം പോകണം, അല്ലെങ്കിൽ ഇവൻറ്റിന് ലേറ്റ് ആവും. സോ ലെറ്റ്സ് ഗോ. ചേച്ചി ഇത് എത്ര നാളായി ചേച്ചി ഇത് ഇവിടെ? ഇവിടെ തന്നെ. ആ അപ്പൊ ചൂട് വരുമ്പോഴല്ലേ? ആ അതാ ചൂട് വരുമ്പോഴാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ എപ്പോഴും ചൂട് തന്നെയാണല്ലോ. 3 മാസം കൊണ്ട് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഏരിയയിലാണോ ചേച്ചി? അത് ഇവിടെ തന്നെ, ഇവിടെ തന്നെ. അപ്പൊ രാവിലെ തൊട്ടുണ്ടോ അത് ഉച്ച? രാവിലെ തൊട്ട് 10 മണി തൊട്ട് വൈകുന്നേരം വരെ. ഞാൻ അവിടെ ഷർബത്തിന് വേണ്ടി നിർത്തിയത് കാരണം കുറച്ച് ടൈം ലേറ്റായി. സോ ഇനി അവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടെ എത്താൻ ആകെ 10 മിനിറ്റ്സേ ഉള്ളൂ. സോ 5 മണിക്ക് 10 മിനിറ്റ്സ് ഉള്ളി ഞാൻ എത്തുമെന്നുള്ളത് കണ്ടറിയാം. പക്ഷേ എനിവേ ഈ നടത്തം എന്നുള്ളത് എനിക്ക് ഒരിക്കലും ഒരു ശീലമല്ലാത്ത കാര്യമായിരുന്നു. നടക്കാൻ വേണ്ടി എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറ്. പക്ഷേ ഈയിടെയായിട്ട് എവറി ടൈം ആരെന്നെ നടക്കാൻ വിളിച്ചാലും ഞാൻ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് പോവാറുണ്ട്, വിച്ച് ഈസ് വെരി സർപ്രൈസിങ് ഫോർ മോസ്റ്റ് പീപ്പിൾ. ആൻഡ് ഓൾസോ ബിക്കോസ് ഞാൻ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസും ആയതുകൊണ്ടും ആകാം. ഓൾസോ ചിലപ്പോൾ പ്രായത്തിൻ്റെ ആയിരിക്കും, പറയാക്കില്ല. സോ എനിവേ ഒരു 5 more minutes ആൻഡ് അതിനുള്ളിൽ ഞാൻ മിക്കവാറും ഫ്രണ്ട്സിൻ്റെ സ്ഥലം എത്തും. സോ അവിടെ ഇന്നൊരു ഇവൻ്റ് ഉണ്ട്. സോ അത് അറ്റൻഡ് ചെയ്യാനാണ് ഞാനിപ്പോൾ പോകുന്നത്. കൈൻഡ് ഓഫ് ടയേർഡ് ബിക്കോസ് എൻ്റെ വയറ് ഫുള്ളായി ആ ഒരു ഗ്ലാസ് ഷർബത്ത് കുടിച്ച്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ റീഡിങ് റൂമിലേക്ക് കൊണ്ടുപോകും. സോ റീഡിങ് റൂമാണ് എൻ്റെ ഫ്രണ്ട്സ് നടത്തുന്ന സ്ഥലം. നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി റീഡിങ് റൂം മിസ് ചെയ്യരുത്. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ്. ദേ ഹാവ് എ ലോട്ട് ഓഫ് great events. So anyway, I will see you at the reading room. ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ട്രിവാൻഡ്രത്ത്. സോ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കോട്ടയത്തേക്ക് പോകും. കോട്ടയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. സോ ബേസിക്കലി അതിനായിരുന്നു മെയിൻ ഞാൻ വന്നത് നാട്ടിലേക്ക് തന്നെ. സോ എൻഗേജ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് പക്ഷേ ഒരു ഫ്രണ്ടിനെയും കൂടി ട്രിവാൻഡ്രത്ത് കാണാനുണ്ട്. സോ ഞാൻ അവളെ എൻട്രൻസ് കോച്ചിങ് ഡേയ്സ് കഴിഞ്ഞ് കണ്ടിട്ടേ ഇല്ല. ഞാൻ അവളെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കഫേയിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. സോ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ടാവും. ആൻഡ് ലൈക്ക് യൂഷ്വൽ ഞാൻ പിന്നെയും നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഓൾസോ ഞാൻ ഇന്നലെ ഇട്ട അതേ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഞാൻ ഇന്നും ഇടുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ സസ്റ്റൈനബിളി വീഗൻ ഓർ ഇമി ആണ് എന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന സെയിം തിങ്. ഞാൻ ഒരുപാട് വേർക്കുന്ന ആളല്ല. സോ ഞാൻ വിചാരിച്ചു ഇന്നും ഇത് തന്നെ ഇങ്ങോട്ട് ഇടാം. സോ ലെറ്റ്സ് വർക്ക്. സോ അങ്ങനെ ഞാൻ കോട്ടയം എത്തി. ആൻഡ് സോ ഐ എം ഹിയർ ഫോർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് എൻഗേജ്മെൻറ്റ്. ഞാനിവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവളെന്നെ കൊന്നേനെ ഉറപ്പായിട്ടും. ഐ എം ഓൾസോ ദ ഇൻഒഫീഷ്യൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് നാളത്തേക്ക്. പക്ഷേ കല്യാണത്തിന് പറ്റില്ല, അത്ര ഒന്നും എനിക്കറിയില്ല. ഈ വീട് ഇസ് ലൈക്ക് പണിതോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു വീടാണ്. ഞാൻ നാളെ രാവിലെ കാണിക്കാം എന്തായാലും. വി നീഡ് ടു സ്ലീപ്പ് ഫാസ്റ്റ്, അല്ലെങ്കിൽ രാവിലെ എനിക്കില്ല. സോ ഐ ഹോപ്പ് ഐ മാനേജ് ടു ഡു ദ മേക്കപ്പ് വെൽ. പക്ഷെ നമുക്ക് നാളെ ഹോപ്പ് ചെയ്യാം. ഹലോ, വേറെ ബാക്കപ്പ് ഒന്നും ഇല്ലല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് ഹോപ്പ് ചെയ്യാൻ ഞാൻ നന്നായി ചെയ്യണേ. സോ എനിവേ ഐ വിൽ സീ യു ടുമോറോ.
ഗുഡ് മോർണിംഗ്. സോ ഇന്ന് രാവിലെ ഞാൻ അവളുടെ മേക്കപ്പ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളെല്ലാം കുളിച്ച് റെഡിയായി കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം മേക്കപ്പ് കഴിഞ്ഞിട്ട് അവൾ ഫോട്ടോ സെഷന് പോയിരിക്കുകയാണ്. അച്ഛൻ വന്ന് പ്രാർത്ഥന കാണും. ദെൻ അത് കഴിഞ്ഞ് അവിടെ പോയി വെയിറ്റിംഗ് ആയിരിക്കും ചില അവൾക്ക് കയറേണ്ട സമയം വരെ. എനിവേ എനിക്കറിയില്ല അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പക്ഷേ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എടുത്ത് കാണിക്കും. എനിവേ ഞാൻ അവളെ പോയി ഫോട്ടോ സെഷന് ജോയിൻ ചെയ്യട്ടെ. നിലീന എന്ത് തോന്നുന്നു? എന്നാൽ നെർവസ് ആണോ? കുഞ്ഞു നൈസ് മൈ ഇല്ല അത് പേര് വീഡിയോ എടുക്കാൻ. നിലീന ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചർ കഴിഞ്ഞ് പ്രോജക്ട് മാനേജ്മെന്റിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തു. ഇപ്പോൾ ചെന്നൈയിൽ ജോലി ചെയ്യുന്നു. സോ അങ്ങനെ നിലീനയുടെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി, ഫാമിലി ഫുൾ പോയി. ഇപ്പോൾ ആകെ ഞാൻ, നിലീന, അവളുടെ അച്ഛനും അമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ ഇവിടെ. ആൻഡ് എനിക്ക് നിലീനയ്ക്ക് ഇന്ന് രാത്രി തിരിച്ച് ട്രെയിൻ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇനി ഉടനെ റെയിൽവേ സ്റ്റേഷനിൽ പോകുമായിരിക്കും. എനിവേ ഈ ആഴ്ച മൊത്തം ഭയങ്കര ബിസി ആയിട്ടുള്ളൊരാഴ്ചയായി. 2 എൻഗേജ്മെൻറ്റ്സ്, കുറേ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. അങ്ങനെ ഭയങ്കര ബിസി ആയിരുന്നു. ബട്ട് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കും കുറേ കാണാൻ കിട്ടി. സോ ഞാൻ ഹോപ്പ് ചെയ്യുന്നു നിങ്ങളെല്ലാവരും അത് എൻജോയ് ചെയ്തു എന്ന്. ആൻഡ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും അടിക്കുക, മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന എന്തിനാണ്? സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ഞാൻ എന്തായാലും നിങ്ങളെ അടുത്ത ആഴ്ച കാണും. സോ അതുവരെ ബൈ.